ഹായ് ഓൾ, എല്ലാവർക്കും ഗ്രോ മലയാളം യൂട്യൂബ് ചാനലിലോട്ട് വെൽക്കം. ഞാൻ സുനിൽ വത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, ആ കമ്പനി ആര് ഓൺ ചെയ്യുന്നു, ആ കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളെല്ലാം ബേസ് ചെയ്ത് ഒരു സ്റ്റോക്കിൽ നമ്മൾ വാങ്ങണോ വിൽക്കണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്ന ടൈപ്പ് ഓഫ് അനാലിസിസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ട് ടൈം ട്രേഡേഴ്സും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡേഴ്സും ഒന്നും ഒരിക്കലും ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാറില്ല. അവർ ചാർട്ട് പാറ്റേൺസും ചാർട്ടും കണ്ടുപിടിച്ചുകൊണ്ട് എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ടെക്നിക്കൽ അനാലിസിസിൽ ഏത് ചാർട്ട് യൂസ് ചെയ്യണം, ഏത് ലൈൻ ചാർട്ട് ഉപയോഗിക്കണോ, ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് ഉപയോഗിക്കണോ, ഇനി നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ അനാലിസിസുകൾ യൂസ് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ചാർട്ട് ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസോ അല്ലെങ്കിൽ ട്രെൻഡുകളോ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഫണ്ടമെൻ്റൽ അനാലിസിസുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എന്നാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് നല്ല ലിക്വിഡിറ്റിയിൽ ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളിൽ മാത്രമാണ് ടെക്നിക്കൽ അനാലിസിസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പല ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ ന്യൂസുകളൊന്നും നോക്കാറില്ല, ഞങ്ങൾ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ചാർട്ട് പാറ്റേൺസ് നോക്കുമ്പോൾ തന്നെ അവർക്ക് മൊമെൻറ്റം എന്താണ്, അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. കഴിഞ്ഞ 100 വർഷത്തിലധികമായി US മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന് മുൻപേ തന്നെ ചാർട്ട് പാറ്റേൺസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന, ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്യാൻഡിലുകൾ ഉപയോഗിച്ച്, അപ്പോൾ അതിന് മുൻപൊക്കെയാണെങ്കിൽ ലൈനുകൾ ഉപയോഗിച്ച്, ലൈൻ ചാർട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാറുണ്ട്. പിന്നെ അത് ബാർ ചാർട്ടുകളായി. അതിനുശേഷമാണ് ജപ്പാനീസ് ടെക്നിക്സ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ക്യാൻഡിലുകൾ, എന്താണ് ചാർട്ട് പാറ്റേൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ഹ്യൂമൻ ഇമോഷൻസ് ആണ് ചാർട്ടിൽ നമ്മൾ കാണുന്നത്. സോ ഫിയർ ആൻഡ് ഗ്രീഡ് ആണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം .com ബബിൾ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മേജർ അപ്പ് റാലി, ഇപ്പോൾ ലേറ്റസ്റ്റ് ബിറ്റ്കോയിൻ റാലി, ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പല സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീഡ് വരുമ്പോൾ മാർക്കറ്റ് എല്ലാവരും കൂടി മുകളിലോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ആ മാർക്കറ്റിൽ വീണ്ടും പൈസ പമ്പ് ചെയ്ത് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇതൊരു ഗ്രീഡി ഫേസ് ആണ്. എന്നാൽ ഒരു ചെറിയ ഫിയർ വരുമ്പോൾ, അത് .com ബബിൾ പൊട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ബബിൾ അവസാനിക്കുന്ന സമയത്ത്, ഒരു ബുള്ളിഷ് റാലി അവസാനിക്കുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് എല്ലാവരും കൂടി ചാടി കയറി വന്ന് അവരുടെ കയ്യിലുള്ള സ്റ്റോക്സ് എല്ലാം സെല്ല് ചെയ്യുമ്പോൾ ഒരു ഷാർപ്പ് ഡൗൺ സൈഡ് നമ്മൾ കാണാറുണ്ട്. ഇതാണ് ഫിയർ എന്ന് പറയുന്നത്. ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീഡും ഫിയറും വെച്ച് മാർക്കറ്റിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റുകളെ പ്രിഡിക്റ്റ് ചെയ്യാനും എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ ചാർട്ടിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ടെക്നിക്കൽ അനാലിസിസ് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇത് ഒരു ജപ്പാനീസ് ടെക്നിക്സ് ആണ്. ജപ്പാനിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാണ് 4 കാര്യങ്ങളാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൽ വരുന്നത്. ഒന്ന് ഓപ്പൺ, ഒന്ന് ക്ലോസ്, അതുപോലെ തന്നെ ലോയും ഹൈയും. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സൊക്കെ ട്രെൻഡ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള നോയ്സസൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം കുറേ വിക്കുകൾ വരാറുണ്ട്. അപ്പോൾ കറക്റ്റ് റെസിസ്റ്റൻസ് എവിടെ, കറക്റ്റ് സപ്പോർട്ട് എവിടെ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട്സൊക്കെ നോക്കാനായിട്ട് പല ആളുകളും ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് നോക്കാറുണ്ട്. എന്നാൽ ഒരു ലോങ് ടൈം ട്രേഡർ ഇത്തരത്തിലുള്ള നോയ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കാം? അവർക്ക് ലൈൻ ചാർട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ലൈൻ നോക്കുമ്പോൾ ഈ പറയുന്ന വിക്കുകളെല്ലാം നമ്മുടെ ചാർട്ടിൽ നിന്ന് മാറി നിന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ക്ലോസ് ഏരിയ നോക്കി ആ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. സോ ഇനി നമ്മൾ നേരെ ലോങ് ടൈം, ഷോർട്ട് ടൈം, ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ലോങ് ടൈമിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മന്ത്ലി ടൈം ഫ്രെയിംസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ക്യാൻഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ക്യാൻഡിലുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? മന്ത്ലി ടൈം ഫ്രെയിം ഉപയോഗിക്കണം. സോ ഒരു ലോങ് ടൈം ട്രേഡർ ഒരിക്കലും ക്യാൻഡിൽസ് ഇടണമെന്നില്ല. അവർക്ക് എന്ത് ഉപയോഗിക്കാം? ലൈൻ ചാർട്ട്, മന്ത്ലി ടൈം ഫ്രെയിമിൽ ലൈൻ ചാർട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ലോങ് ടൈം ട്രെൻഡ് എന്താണെന്ന് വളരെ
കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡ് മൊത്തം ക്യാപ്ചർ ചെയ്യാനും പെട്ടെന്ന് ഡിസിഷൻസ് മാറ്റാതെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ ഹോൾഡ് ചെയ്യാനും പറ്റും. എന്നാൽ ഒരു സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡറൊക്കെ എന്ത് ചെയ്യാം, ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിംസ് നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഹൈ സ്ട്രക്ചേഴ്സും ലോ സ്ട്രക്ചേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ആ ട്രെൻഡ് അപ്പ് സൈഡ് ആണോ ട്രെൻഡ് ഡൗൺ സൈഡ് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ഡേ ക്യാൻഡിലിൻ്റെ കൂടെ തന്നെ അവർക്ക് അവർലി ചാർട്ട് 1 hour ക്യാൻഡിൽസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ട്രെൻഡുകളൊക്കെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഒരു ഇൻട്രാഡേ ട്രേഡർ എപ്പോഴും 5 minutes അതുപോലെ തന്നെ 3 minutes ചാർട്ടുകളാണ് ഉപയോഗിക്കുക. 5 minutes അല്ലെങ്കിൽ 3 minutes ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇൻട്രാഡേ ഡിസിഷൻസ് എടുത്തുകൊണ്ട് ഡിസിഷൻസ് മേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ഫ്രെയിമുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് മൊത്തം ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ലോങ് ടൈം ട്രേഡേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 200 day മൂവിങ് ആവറേജ് ആണ്. 200 day മൂവിങ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു ട്രെൻഡ് മൊത്തം, ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് മൂവിങ് ആവറേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൂവിങ് ആവറേജ് ആണ് 200 day മൂവിങ് ആവറേജ്. നിങ്ങളിത് സെറ്റിങ്സിൽ ആഡ് ചെയ്തുകൊണ്ട് 9 മാറ്റി 200 day ഇട്ടാൽ മതി. 200 day ഇട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ലോങ് ടൈം ട്രെൻഡ് ക്യാപ്ചർ ചെയ്യാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 200 day മൂവിങ് ആവറേജ് ആണ്. എന്നാൽ ഒരു ട്രെൻഡിൻ്റെ കേസിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ മെയ് മാസത്തിലാണ് നിഫ്റ്റി 2023 മെയ്യിലാണ് നിഫ്റ്റി 200 day മൂവിങ് ആവറേജിൻ്റെ എബോവ് വന്നത്. എന്നാൽ അതിനുശേഷം താഴത്തോട്ട് വന്നിട്ടേ ഇല്ല. ആ ട്രെൻഡ് അങ്ങനെ തന്നെ ബുള്ളിഷായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് നോക്കൂ. ഈ ഒരു ഏരിയയിലെ സൈഡ് വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കുറേ നോയ്സ് സിഗ്നൽസ് കിട്ടുന്നുണ്ട്. പല സമയത്തും താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്, മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മന്ത്ലി ടൈം ഫ്രെയിം കൊടുത്തിട്ട് മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ 10 മൂവിങ് ആവറേജ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 10 ലെങ്ത്ത് 10 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നതാണ്. ടെക്നിക്കൽ അനാലിസിസിൽ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചാർട്ട് പാറ്റേൺസ് ആണ്. നമ്മൾ ക്യാൻഡിൽസ് നോക്കിയിട്ട് ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് പാറ്റേൺസ് നോക്കിക്കൊണ്ട് ട്രെൻഡുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ എൻട്രീസും എക്സിറ്റ്സും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ പ്രൈസുകൾ ഉപയോഗിച്ച് പണ്ടത്തെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ചാർട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ ചാർട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ആയതിനു ശേഷം അത് ഉപയോഗിച്ച് ട്രേഡുകൾ അവർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന ചാർട്ട് പാറ്റേൺസ് ആണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, കപ്പ് ആൻഡ് ഹാൻഡിൽ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം എന്ന് പറയുന്ന പാറ്റേൺസ് ഒക്കെ. കമ്പ്യൂട്ടറിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാറ്റേൺസ് എല്ലാം സ്ക്രീനിൽ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പഴയ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ചാർട്ട് പാറ്റേൺസിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യും. റൂൾ 1, റൂൾ 2, റൂൾ 3 ഈ റൂളുകളെല്ലാം ഫോളോ ചെയ്യുന്ന പാറ്റേൺസിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വാണ്ടിഫൈ ആയിട്ട് അവർക്ക് ചെയ്യാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാറ്റേൺസ് മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്ലാഗ് പാറ്റേൺ, വെഡ്ജസ്, ട്രയാങ്കിൾ പാറ്റേൺസ് ഒക്കെ പലതും അവർക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ബേസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളും ഒരു ചാർട്ട് പാറ്റേൺ ട്രേഡർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു സ്റ്റോക്ക് എടുക്കുക. ആ സ്റ്റോക്കിൽ ഏതൊക്കെ ചാർട്ട് പാറ്റേൺസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന് എത്ര ശതമാനം എഫിഷ്യൻസി ഉണ്ട്, അത് ഏത് ടൈം ഫ്രെയിമിലാണ് വന്നത് എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് പിൻ ബാറുകളാണ്. സോ നിങ്ങൾക്കറിയാം പിൻ ബാർ ക്യാൻഡിൽസ് വളരെ എഫക്റ്റീവായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിൽ വരുന്നതുമാണ്, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതുമാണ്. സോ പിൻ ബാറുകൾ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ചാർട്ടുകൾ ട്രേഡുകൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടും. സോ പിൻ ബാറിൽ എന്തുണ്ട്, വളരെ വലിയൊരു ഫിയർ ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീഡ് ഫാക്ടർ ഉണ്ട്. ബയ്യേഴ്സും സെല്ലേഴ്സും ആരാണ് വിൻ ചെയ്തതെന്ന് ഓരോ പിൻ ബാറുകൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ പിൻ ബാറുകൾ ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ചാർട്ട് പാറ്റേൺ ട്രേഡർ ആകാനായിട്ട് സാധിക്കും. സോ പിൻ ബാർ ഉപയോഗിച്ച് അങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ നിങ്ങളിങ്ങനെ 10 day മൂവിങ് ആവറേജ് ഇടുകയാണെങ്കിൽ രണ്ടും സെയിം എഫക്റ്റാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എപ്പോഴൊക്കെയാണോ മന്ത്ലി ടൈം ഫ്രെയിം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് ആ സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഐ ടി സിയുടെ ചാർട്ട് നിങ്ങളെ കാണിച്ചു തരാം. ITC ചാർട്ടിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ പറയുന്ന 10 മൂവിങ് ആവറേജിന് മുകളിലോട്ട് ഒരു ഷാർപ്പ്
അപ്സൈഡ് കാണിക്കുമ്പോൾ എല്ലാ ട്രെൻഡും കൃത്യമായിട്ടുള്ള 10-day മൂവിങ് ആവറേജിൽ വന്ന് ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡ് റെസിസ്റ്റൻസും സപ്പോർട്ടുമാണ്. അപ്പോൾ റെസിസ്റ്റൻസും സപ്പോർട്ടും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു തീർക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് കണ്ടുപിടിക്കാൻ ഏറ്റവും അടിപൊളി ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ആണ്. നമ്മൾ ഇവിടെ കാണുന്നത് TCSൻ്റെ ചാർട്ടാണ്. TCSൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഏരിയയിൽ റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു സെല്ലിംഗ് സോൺ വരുന്നതാണ് ആക്ച്വലി റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട് സോൺ വരുന്നതാണ് ഒരു സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ട് സോൺ വരുമ്പോൾ അവിടെ നിന്നൊരു ബൈ ചെയ്യുകയും റെസിസ്റ്റൻസ് സോൺ വരുമ്പോൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മികച്ച റിസൾട്ടാണ് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് മെത്തേഡ്സിന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാർക്കറ്റ് പാറ്റേൺസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നത് പിൻ ബാറുകളാണ്. സോ ഇത്തരത്തിലുള്ള ക്യാൻഡിലുകളെയാണ് നമ്മൾ പിൻ ബാറുകൾ എന്ന് പറയുന്നത്. അതൊന്ന് ബുള്ളിഷായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ബിയറിഷായിട്ട് വരുന്ന മാർക്കറ്റിനെ ബുള്ളിഷ് ആക്കുന്നു, അതുപോലെ തന്നെ ബുള്ളിഷായിട്ട് പോകുന്ന മാർക്കറ്റുകളെ ബിയറിഷ് ആക്കുന്നു. ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ഫിയറും നമ്മുടെ ഗ്രീഡും വളരെ കൃത്യമായിട്ട് ഒരു ക്യാൻഡിലിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള ക്യാൻഡിലുകൾ ഡെയിലി ടൈം ഫ്രെയിമുകളോ 50 minutes ടൈം ഫ്രെയിമുകളിലൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് നോർമൽ പിൻബാറും ഒന്ന് ഇൻവേർട്ടഡ് പിൻബാറും ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ചാർട്ടുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ചാർട്ടിൽ വളരെ കൃത്യമായിട്ട് പിൻബാറുകളാണ്. ഇപ്പോൾ ഒരു ഹയർ ഹൈ സ്ട്രക്ചർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് നല്ല വോളിയമുള്ള ഒരു പിൻബാർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു പിൻബാർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഹയർ ഹൈ തുടങ്ങുന്നതിന് മുൻപും മിക്കവാറും കേസുകളിൽ ഇത്തരത്തിലുള്ള പിൻബാറുകളോ അല്ലെങ്കിൽ എൻഗൾഫിംഗ് പാറ്റേൺസോ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് പിൻബാറുകളാണ്. ഇന്ത്യൻ മാർക്കറ്റിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ സ്റ്റോക്കുകളിലും ഒക്കെ നിങ്ങൾക്ക് പിൻബാറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പിൻബാറിൻ്റെ എഫിഷ്യൻസി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ബിഗിനേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡൗ തിയറിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർക്കറ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഇതുപോലുള്ള ഹയർ ഹൈ സ്ട്രക്ചേഴ്സ് വരുന്ന ട്രെൻഡുകളാണ്. ഇത്തരത്തിലുള്ള ഹയർ ഹൈ സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം വെച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഹയർ ഹൈ പോകുന്ന സമയത്ത് പുതിയ ലോ ബ്രേക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾ പുതിയ ഹൈ ഉണ്ടാക്കാതെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സൈഡ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു അക്യുമുലേഷൻ ആണെങ്കിൽ അതിനുശേഷം ആ ഒരു അപ് ട്രെൻഡ് അക്യുമുലേഷൻ എഗെയിൻ അപ് ട്രെൻഡ് കണ്ടിന്യൂ, ഒരു ഹയർ ഹൈ കണ്ടിന്യൂ. എന്നാൽ ഈ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് ഒരു ലോവർ ലോ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഹയർ ഹൈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് സിങ് ലോസ് മാർക്ക് ചെയ്യാനും ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾക്ക് സിങ് ഹൈസ് ലോവർ ഹൈസ് മാർക്ക് ചെയ്യാനും സാധിക്കും. ഈ ഹയർ ഹൈസും ലോവർ ലോസും നിങ്ങളെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ലോങ് ടൈം ട്രേഡേഴ്സ് മന്ത്ലി ടൈം ഫ്രെയിമുകളിലും ഡെയിലി ടൈം ഫ്രെയിമുകളിലും ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഷോർട്ട് ടൈം ആൻഡ് ഇൻട്രാഡേ ട്രേഡേഴ്സ് 5 minutesലും 50 minutesലും അവർലി ക്യാൻഡിലും ഇത്തരത്തിലുള്ള ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ആയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിനും ലോങ് ടൈം ട്രേഡിങ്ങിനും ഇൻട്രാഡേ ട്രേഡിങ്ങിനും ഓപ്ഷൻ ട്രേഡിങ്ങിനും ഒക്കെ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ മാർക്കറ്റ് കൂടുതൽ കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ കൂടുതൽ ആളുകൾ മാർക്കറ്റിലോട്ട് കടന്നു വരുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രമേ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് വളരെ ചെറിയ ഒരു 500 രൂപ 1000 രൂപ മാത്രം ഇട്ടുകൊണ്ട് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് ഒരു ക്വാണ്ടിറ്റി മാത്രം സ്റ്റോക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ടെക്നിക്കൽ അനാലിസിസിൽ കിട്ടുന്ന റിസൾട്ടിന് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, ഒരു ക്വാണ്ടിറ്റി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ടെക്നിക്കൽ അനാലിസിസ് ട്രേഡർ ആകാനായിട്ട് സാധിക്കും. വളരെ മികച്ച റിസൾട്ടുകൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.